ദേശീയതയും ഹിന്ദു മിത്തോളജിയും തമ്മിൽ കൂട്ടിക്കലർത്തുന്നവരോട് മുഖം തിരിക്കാൻ തന്നെയാണ് പുതുതലമുറയ്ക്കിഷ്ടം. ഭാരതാംബ വിഷയത്തിൽ മിനിസ്റ്റർക്കൊപ്പമാണോ ഗവർണർക്കൊപ്പമാണോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം. ബഹുമാനപ്പെട്ട മന്ത്രി പി പ്രസാദിനൊപ്പം തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. രാജ്ഭവനിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിലുണ്ടായിരുന്നത് എൻ്റെ രാജ്യമല്ല, രാജ്യത്തിൻ്റെ പതാകയല്ല, ദേശീയ മൃഗമല്ല. ഭാരതാംബ എന്ന പദപ്രയോഗം ഭരണഘടനയിൽ ഒരിടത്തും പരാമർശിക്കപ്പെടുന്നുമില്ല. അഥവാ ഭാരതമാതാവ് എന്ന സങ്കല്പം വേണമെങ്കിൽ തന്നെ അത് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാവണം. ജനിച്ചു ജീവിക്കുന്ന എൻ്റെ രാജ്യത്തെ ജനനിയായി കാണുന്നത് തെറ്റല്ല. പെറ്റമ്മയും പിറന്ന നാടും ഒന്നുപോലെ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും വേണം. അങ്ങനെ കാണുമ്പോൾ എൻ്റെ രാജ്യത്തിന് എൻ്റെ അമ്മയുടെ മുഖമാണ്. ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന ഒരു അംഗീകൃത രൂപം ലഭിക്കാത്തിടത്തോളം അത് അങ്ങനെയായിരിക്കുകയും ചെയ്യും. RSS എന്ന രാഷ്ട്രീയ സംഘടനയുടെ പ്രതിബിംബങ്ങളെ വണങ്ങിത്തെളിയിക്കേണ്ടതല്ല രാജ്യസ്നേഹം. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യാലയങ്ങളുമല്ല. സർക്കാർ പരിപാടിയിൽ രാജ്യത്തിൻ്റേതല്ലാത്ത ചിത്രവും പതാകയും വണങ്ങുന്നവരുടെ രാജ്യസ്നേഹമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതിൽ ഏതാണ് യഥാർത്ഥ ഭാരതമാത? ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഭാരതാംബ എന്ന പരാമർശമേ ഇല്ല. ഭാരതാംബ എന്ന സങ്കല്പത്തിനു ദേവതയുടെ രൂപം നൽകിയത് അബനീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ആ സങ്കല്പത്തിലെ ദേവതയ്ക്ക് 4 കൈകളുണ്ട്. ഒരു കൈയിൽ ഒരു പുസ്തകം, വിദ്യാഭ്യാസത്തെയും അറിവിനെയും അത് പ്രതിനിധീകരിക്കുന്നു. വേറൊരു കൈയിൽ നെൽക്കറ്റ, ഭക്ഷണത്തെയും ഉപജീവനത്തെയും അത് പ്രതീകപ്പെടുത്തുന്നു. ഒരു കൈയിൽ വെളുത്ത തുണി, ആത്മീയതയെയും സംസ്കാരത്തെയും അത് പ്രതിനിധീകരിക്കുന്നു. 4ാമതായി ഒരു കൈയിൽ ഒരു മാല, ശക്തിയെയും രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അത് പ്രതീകപ്പെടുത്തുന്നു. ഇനി RSSൻ്റെ ഭാരതമാതായിലോട്ട് വരാം. 2 കൈകളുള്ള കാവിക്കൊടി കൈകളേന്തിയ ഭാരതാംബ 1920കളിൽ BD സവർക്കർ ഹിന്ദു രാഷ്ട്രസങ്കല്പത്തിനായി പ്രചാരത്തിൽ കൊണ്ടുവന്നത്. ഇത് രാജ്യത്തിൻ്റെ ഒരു ഔദ്യോഗിക ചിത്രമായി ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായ സംശയം ഇതാണ്: സർക്കാർ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് BD സവർക്കർ രൂപം കൊടുത്ത ഹിന്ദു രാഷ്ട്രത്തിനെ പ്രതീകം ചെയ്യുന്ന കാവിക്കൊടിയേന്തിയ ഇരുകൈകളുള്ള ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത്? BJP വിരുദ്ധ സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയവൽക്കരണത്തിൻ്റെ ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിൽ നിയമസഭ പോലെ സെക്രട്ടേറിയറ്റ് പോലെ ഒരു പൊതു ഇടം മാത്രമാണ്. അത്തരമൊരു പൊതു ഇടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല.